അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നഹ്വിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മവാദിഉ ഫത്ഹി ഹംസത്തി ഇന്ന, അതായത് ഇന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകേണ്ട സ്ഥലങ്ങളെ കുറിച്ചാണ്. ഇന്നയുടെ ഹംസക്ക് എപ്പോഴാണ് ഫത്ഹ് നൽകി അന്ന എന്ന് വായിക്കേണ്ടത്? നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്നയും അന്നയും വെച്ചിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഏതെല്ലാം സമയത്ത് ഇന്ന എന്ന് വായിക്കണം, ഏതെല്ലാം സമയത്ത് അന്ന എന്ന് വായിക്കണം എന്ന് അതിനൊരു പൊതുവായ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചേ വായിക്കാൻ പറ്റുള്ളൂ. എല്ലാ സ്ഥലത്തും ഇന്നയും അന്നയും വായിക്കാൻ പറ്റൂല. ചില സ്ഥലങ്ങളിൽ ഇന്ന എന്നാണ് വായിക്കേണ്ടത്, ചില സ്ഥലങ്ങളിൽ അന്ന എന്നാണ് വായിക്കേണ്ടത്. അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ പ്രത്യേകം ചില സ്ഥലങ്ങളുണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് അന്ന എന്ന് എപ്പോൾ വായിക്കണം, ഹംസക്ക് ഫത്ഹ് നൽകിയിട്ട് അന്ന എന്ന് വായിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. ഇന്നയും അന്നയുടെയൊക്കെ ഇറാബും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന എന്ന് പറയുന്നത് മുബ്തദാ ഖബറിലാണ് പ്രവേശിക്കുക. ഇന്ന വന്നു കഴിഞ്ഞാൽ മുബ്തദാക്ക് ഇന്നയുടെ ഇസ്മിന് നസ്ബും ഇന്നയുടെ ഖബറിന് റഫ്ഉ ആയിരിക്കും എന്ന വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അന്ന എന്ന് എപ്പോഴാണ് വായിക്കേണ്ടത്, ഫത്ഹ് നൽകേണ്ടത് എപ്പോഴാണ്, ഹംസക്ക് ഫത്ഹ് നൽകേണ്ടത് എപ്പോഴാണ്. നമുക്ക് ഒരു ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഫത്ഹും ഉണ്ടാവില്ല, ചിലപ്പം കസ്റും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് വായിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ നിയമം വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വായിക്കണം, ഇന്നയാണോ വായിക്കേണ്ടത് അന്നയാണോ വായിക്കേണ്ടത് എന്നൊരു അറിവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഠം പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മവാദിഉ ഫത്ഹി ഹംസത്തി അന്ന, അന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകേണ്ട സ്ഥലങ്ങൾ. ഇവിടെ വളരെ സിമ്പിൾ, ഒറ്റ കാര്യമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആകെ ഒരു സ്ഥലം മാത്രമാണ് ഹംസക്ക് ഫത്ഹ് നൽകേണ്ട സ്ഥലമായിട്ടുള്ളത്. ഏതാണ് സ്ഥലം? അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും. അന്ന ഒരു മുബ്തദാ ഖബറിലാണ് പ്രവേശിക്കുക. അന്നയും ഇന്നയും ഒക്കെ ഇന്നയുടെ അഖവാത്തിൽപ്പെട്ടതാണ് അന്ന. അതൊക്കെ മുബ്തദാ ഖബറിലാണ് പ്രവേശിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഇസ്മ മുബ്തദ അന്നയുടെ ഇസ്മും ഖബർ അന്നയുടെ ഖബറും ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ഒരു അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒരു മസ്തറിൻ്റെ സ്ഥാനത്ത് വരാൻ പറ്റും എങ്കിൽ അതിനെ മൂന്നിനെയും എടുത്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് അതിൻ്റെ മസ്തർ വെച്ച് കൊടുക്കാൻ പറ്റും എങ്കിൽ അവിടെ എന്ത് ചെയ്യാവുന്നതാണ്? ഇന്നക്ക് ഫത്ഹ് നൽകിയിട്ട് അന്ന എന്ന് വായിക്കാവുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കണം, ആകെ ഒരു സ്ഥലം മാത്രമാണ് അന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകേണ്ട സ്ഥലം. അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒരു മസ്തറിൻ്റെ സ്ഥാനത്ത് വരാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് ആ അന്നയുടെ ഖബറിൽ നിന്നുള്ള മസ്തറിനെ അന്നയുടെയും അന്നയുടെയും ഇസ്മിൻ്റെയും അന്നയുടെ ഖബറിൻ്റെയും സ്ഥാനത്ത് നമുക്ക് വെക്കാൻ പറ്റും എങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അന്നക്ക് ഫത്ഹ് നൽകിയിട്ട് അന്ന എന്ന്, ഹംസക്ക് ഫത്ഹ് നൽകിയിട്ട് അന്ന എന്ന് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പുസ്തകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് യസുറുനി അന്നക മുത്തിയോൻ. യസുറുനി എന്നെ സന്തോഷിപ്പിക്കും, അന്നക മുത്തിയോൻ അന്നക തീർച്ചയായും നീ, മുത്തിയോൻ അനുസരണയുള്ളവനാണ് എന്ന കാര്യം എന്നെ സന്തോഷിപ്പിക്കും. യസുറുനി അന്നക മുത്തിയോൻ. ഇവിടെ അന്ന, അന്ന എന്നതിൻ്റെ ഇസ്മക്ക എന്ന ലമീറാണ്. അന്നക്ക തീർച്ചയായും നീ, മുത്തിയോൻ അനുസരിക്കുന്നവനാകുന്നു. അതാണ് അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും. അപ്പോൾ യസുറു എന്ന ഫിയലിൻ്റെ ഫായിലായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും വന്നിട്ടുള്ളത്. യസുറുനി അന്നക മുത്തിയോൻ. യസുറു സന്തോഷിപ്പിക്കും. എന്താണ് സന്തോഷിപ്പിക്കുന്നത്? അന്നക മുത്തിയോൻ തീർച്ചയായും നീ അനുസരിക്കുന്നവനാകുന്നു എന്ന കാര്യം. അപ്പോൾ ഇവിടെ ഈ അന്നയും അന്നയുടെ ഇസ്മായ ലമീറും അതിൻ്റെ ഖബറായ മുത്തിയോ
അത് മൂന്നും ഒരു മസ്തറിന്റെ സ്ഥാനത്ത് വരാൻ പറ്റുന്നതാണോ നോക്കാം. എങ്ങനെ അതിനെ മസ്തറാക്കുക? അന്നക്ക മുത്തീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നീ അനുസരിക്കുന്നവനാകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അതിനൊരു മസ്തറാക്കി വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇത്വാഅത്തുക. ഇപ്പൊ മുത്തിയ എന്ന അന്നയുടെ ഖബർ അത്വാ എന്ന ഫീലിന്റെ ഇസ്മു ഫായിലാണ്. അത്വാ യുത്തിയോ ഇത്വാഅത്തൻ ഫഹുവ മുത്തിയോൻ. അപ്പൊ അത്വാ എന്ന ഫീലിന്റെ ഇസ്മു ഫായിലാണ് മുത്തിയോ. അപ്പൊ അത്വായുടെ മസ്തർ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ഥാനത്ത് കൊണ്ടുവരിക. അപ്പൊ ഇത്വാഅത്തുക നീ അനുസരിക്കുന്നവനാണ് എന്ന് പറയുന്നതും ഇത്വാഅത്തുക നിന്റെ അനുസരണ എന്ന് പറയുന്നതും സെയിമാണ്, അർത്ഥം ഒരേപോലെയാണ്. യസുറുനി ഇത്വാഅത്തുക എന്ന് പറഞ്ഞാലും യസുറുനി അന്നക്ക മുത്തിയോൻ എന്ന് പറഞ്ഞാലും എന്താണ്? അർത്ഥത്തിൽ മാറ്റം വരുന്നില്ല. യസുറുനി എന്നെ സന്തോഷിപ്പിക്കും, അന്നക്ക മുത്തിയോൻ നീ അനുസരണയുള്ളവനാകുന്നു എന്ന കാര്യം. ഇനി അതിനെ നമ്മൾ മസ്തറാക്കിയിട്ട് പറയുകയാണെങ്കിലോ യസുറുനി ഇത്വാഅത്തുക, യസുറുനി എന്നെ സന്തോഷിപ്പിക്കും, ഇത്വാഅത്തുക നിന്റെ അനുസരണ അല്ലെങ്കിൽ നിന്റെ വഴിപ്പെടൽ. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു? അന്നയുടെ ഇസ്മ അന്നയുടെ ഖബറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെ ആ ഖബറിൽ വന്നിട്ടുള്ള ആ ഖബറിന്റെ മസ്തറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് യസുറുനി അന്നക്ക എന്ന് തന്നെ എന്ത് ചെയ്യണം? വായിക്കണം. അവിടെ ഇന്ന എന്ന് കസ്റ് നൽകിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? വായിക്കാൻ പറ്റൂല. അപ്പോ അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും അന്നക്ക് മുത്തിയോൻ അതിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? അന്നയുടെ ഖബറായിട്ട് വന്നിട്ടുള്ള ആ ഇസ്മിന്റെ മസ്തർ നമ്മൾ എന്ത് ചെയ്തു? എടുത്തു. ആ മുത്തിയോൻ എന്നതിന്റെ മസ്തർ അത്വാ എന്ന ഫീലിൽ നിന്നാണ് മുത്തിയ ഉണ്ടായത്. അപ്പൊ അത്വായുടെ മസ്തർ എടുക്കുക, ഇത്വാഅത്ത്. ഇപ്പൊ അന്നക്ക നീ എന്നാണല്ലോ ഉള്ളത്. അപ്പൊ ലമീറിന് എന്ത് ചെയ്യാ? ആ ഇത്വാഅത്ത് എന്ന മസ്തറിലേക്ക് ഇലാഫത്ത് ചെയ്യാം. അപ്പൊ യസുറുനി ഇത്വാഅത്തുക, യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, ഇത്വാഅത്തുക നിന്റെ വഴിപ്പെടൽ, യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, അന്നക മുത്തിയോൻ നീ വഴിപ്പെടുന്നവനാണ് എന്ന കാര്യം. രണ്ടിന്റെയും അർത്ഥം ഒരേപോലെയാണ്. അപ്പൊ അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് എന്ത് വന്നു? ഒരു മസ്തർ, അതിൽ നിന്നുള്ള ഒരു മസ്തർ എന്ത് ചെയ്തു? വന്നു. അപ്പൊ അങ്ങനെ വരാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാം? അന്നയുടെ ഹംസക്ക് ഫത്ഹാണ് നൽകേണ്ടത്. അപ്പോൾ അവിടെ ഒരിക്കലും ഇന്ന എന്ന് എന്ത് ചെയ്യൂല? വായിക്കൂല. ഇങ്ങനെ ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് അന്നയുടെ ഹംസക്ക് ഫത്ഹ നൽകേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കസ്റാണ് നൽകേണ്ടത്. ഇനിയും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. യുഅ്ലിമുനി അന്നൽ ഗുബാറ കസീറുൻ, യുഅ്ലിമുനി എന്നെ വേദനിപ്പിക്കും, അന്നൽ ഗുബാറ കസീറുൻ, അന്നൽ ഗുബാറ തീർച്ചയായും പൊടി, കസീറുൻ ധാരാളമുണ്ട് എന്ന കാര്യം എന്നെ വേദനിപ്പിക്കുന്നു. യുഅ്ലിമുനി എന്നെ വേദനിപ്പിക്കുന്നു, അന്നൽ ഗുബാറ കസീറുൻ പൊടി ധാരാളമുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുന്നു? എന്നെ വേദനിപ്പിക്കുന്നു. ഇവിടെ അന്നയുടെ ഇസ്മാണ് അന്നൽ ഗുബാറ, ഗുബാർ എന്നുള്ളത്, കസീറുൻ എന്നുള്ളത് അന്നയുടെ ഖബറാണ്. ഇനി ആ സ്ഥാനത്തേക്ക് ഒരു മസ്തറിനെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. അവിടെ അന്നയുടെ ഖബർ ഏതാണ്? കസീർ എന്നുള്ളതാണ്. കസീർ എന്ന ഫീൽ ഏതാണ്? കസുറ യക്കുസുറു. അതിന്റെ മസ്തർ എന്താണ്? കസുറ യക്കുസുറു കസ്റത്ത്, കസ്റത്താണ് കസുറ. കസീർ എന്നത് കസുറയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ കസുറ എന്നതിന്റെ മസ്തറാണ് എന്ത്? കസ്റത്ത്. അപ്പൊ അതിനെന്ത് ചെയ്യാം? ഈ അന്നൽ ഗുബാർ കസീറുൻ എന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ കൊണ്ടുവരിക. അപ്പൊ എങ്ങനെ വരും? യുഅ്ലിമുനി കസ്റത്തുൽ ഗുബാരി, യുഅ്ലിമുനി എന്നെ വേദനിപ്പിക്കും, കസ്റത്തുൽ ഗുബാർ പൊടിയുടെ ആധിക്യം അല്ലെങ്കിൽ പൊടിയുടെ ധാരാളിത്തം എന്ത് ചെയ്യും? എന്നെ വേദനിപ്പിക്കും. അങ്ങനെ പറഞ്ഞാലും യുഅ്ലിമുനി അന്നൽ ഗുബാർ കസീറുൻ പൊടി ഒരുപാടുണ്ട് എന്ന് പറയുന്നതും പൊടിയുടെ ആധിക്യം അല്ലെങ്കിൽ പൊടിയുടെ ധാരാളിത്തം എന്നെ വേദനിപ്പിക്കും, രണ്ടും എന്താണ്? അർത്ഥത്തിൽ വ്യത്യാസമില്ല, പക്ഷെ അതിന്റെ ഘടനയിൽ ചെറിയ മാറ്റം വന്നു. അതാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഈ അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? മസ്തർ, അതിൽ നിന്നുള്ള മസ്തർ കൊണ്ടുവന്നു. അപ്പൊ അന്നൽ ഗുബാർ കസീറുൻ എന്നതിലെ മസ്തർ കസ്റത്തുൽ ഗുബാർ എന്നതിനെ എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ ഫായിലായിട്ട് ആ അന്നൽ ഗുബാർ കസീറുൻ എന്നതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പൊ എന്ത് വായിക്കണം? യുഅ്ലിമുനി അന്ന എന്ന് തന്നെ എന്ത് ചെയ്യണം? വായിക്കണം.
ഇവിടെ ഹർക്കത്തൊക്കെ ഉണ്ട് എല്ലാത്തിലും. പക്ഷെ ഇനി ഹർക്കത്ത് ഇല്ലാത്തതാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ അന്ന എന്നാണ് വായിക്കേണ്ടത്. കാരണം ഈ ഒരു രീതിയിൽ മസ്തറിനെ അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണോ നോക്കിയാൽ പറ്റുന്നതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അന്ന എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഉദാഹരണം, അത്തമന്ന അന്നൽ ഖമറ തോലിയോൻ. അത്തമന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു, അന്നൽ ഖമറ തീർച്ചയായും ചന്ദ്രൻ, തോലിയോൻ ഉദിച്ചിട്ടുണ്ട്, ഉദിച്ചതാകുന്നു, ചന്ദ്രൻ ഉദിച്ചതാകുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു. ഇവിടെ അന്നൽ ഖമറ തോലിയോൻ, അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും. ഖമർ എന്നുള്ളതാണ് ഇസ്മ, തോലിയോൻ എന്നുള്ളതാണ് എന്ത്? അന്നയുടെ ഖബർ. ഇവിടെ തൊലഅയത്തുലു എന്നതിന്റെ ഫായിലാണ് തോലിയ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അന്നൽ ഖമറ തോലിയോൻ എന്നതിന്റെ സ്ഥാനത്ത് മസ്തറിനെ കൊണ്ടുവരുന്നു. എങ്ങനെയാണ് അപ്പോൾ വരിക? തൊലഅയത്തുലു തുലൂ. തൊല എന്നതിന്റെ മസ്തർ തുലു ആണ്. തൊലയിൽ നിന്നാണ് തോല ഉണ്ടായത്. അപ്പൊ തൊലയുടെ മസ്തർ എടുക്കുക. തൊല യത്തുലു തുലൂ. അപ്പോ അത്തമന്ന തുലൂ അൽ ഖമരി, അത്തമന്ന തുലൂ അൽ ഖമരി, ചന്ദ്രന്റെ ഉദയം ഞാൻ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു. അതന്നെയാണ് നേരത്തെ പറഞ്ഞതും. അത്തമന്ന അന്നൽ ഖമറ തോലിയോൻ, ചന്ദ്രൻ ഉദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേ അർത്ഥം തന്നെയാണ് അത്തമന്ന തുലൂ അൽ ഖമരി, ചന്ദ്രന്റെ ഉദയത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും കിട്ടുന്നത്. അപ്പൊ അന്നൽ ഖമറ തോലിയോൻ എന്നതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? മസ്തറിനെ കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അവിടെ അന്ന എന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഹംസക്ക് ഫതഹ് ഇട്ടുകൊണ്ട് അന്ന എന്ന് തന്നെ വായിക്കണം. ഹംസക്ക് കസ്റിടാൻ പറ്റൂല, ഇന്ന എന്ന് വായിക്കാൻ പറ്റൂല. നാലാമത്തെ, അലിംതു അന്നൽ ഖിതാറ മുതഹർരികുൻ. അലിംതു ഞാൻ അറിഞ്ഞു, അന്നൽ ഖിതാറ മുതഹർരികുൻ തീർച്ചയായും ട്രെയിൻ, മുതഹരിക്കുൻ അതിങ്ങനെ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അന്ന എന്നതിന്റെ ഇസ്മ ഖിതാർ, മുതഹരിക്ക് എന്നുള്ള അന്നയുടെ ഖബർ. ഇനി അതിന്റെ സ്ഥാനം തഹറക എന്നതിന്റെ ഇസ്മു ഫായിലാണ്. തഹറക യതഹറകു തഹറുകൻ ഫഹുവ മുതഹരിക്കുൻ. തഹറക്കയുടെ ഇസ്മു ഫായിലാണ് മുതഹരിക്ക്. അപ്പൊ നമ്മൾ തഹറക എന്നതിന്റെ മസ്തർ കൊണ്ട് എടുക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? അലിംതു തഹറുക്കൽ ഖിതാരി. അലിംതു ഞാൻ അറിഞ്ഞു, തഹറുക്കൽ ഖിതാരി ട്രെയിനിന്റെ ചലനം ഞാൻ അറിഞ്ഞു. അതേ അർത്ഥം തന്നെയാണ് അലിംതു അന്നൽ ഖിതാറ മുതഹരിക്കുൻ. അലിംതു ഞാൻ അറിഞ്ഞു, അന്നൽ ഖിതാറ ട്രെയിന് മുതഹരിക്കുൻ ചലിക്കുന്നതാകുന്നു എന്ന് പറയുന്നതും ട്രെയിനിന്റെ ചലനം ഞാൻ അറിഞ്ഞു, രണ്ടും അർത്ഥം സെയിമാണ്. അപ്പൊ എന്ത് ചെയ്തു? അന്നൽ ഖിതാറ മുതഹരിക്കുൻ എന്ന ആ അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്നുള്ള മസ്തറിനെ എന്ത് ചെയ്തു? മുതഹരിക്, തഹറുക്കൽ ഖിതാരി, തഹറുക്ക് എന്ന മസ്തറിനെ നമ്മൾ എന്ത് ചെയ്തു? ആ അന്നയുടെയും ഇസ്മിന്റെയും ഖബറിന്റെയും സ്ഥാനത്ത് കൊണ്ടുവന്നു. അപ്പൊ അന്ന എന്ന് തന്നെ എന്ത് ചെയ്യണം? വായിക്കണം. അടുത്ത ലുന്ന അന്ന നതീജത ഹസനത്തുൻ. ലുന്ന വിചാരിക്കപ്പെട്ടു, അന്ന നതീജത ഹസനത്തുൻ, അന്ന നതീജ തീർച്ചയായും റിസൾട്ട്, ഫലം, ഹസനത്തുൻ നല്ലതാണ് എന്ന ഒരു ഭാവന ഉണ്ടായി, ഭാവിക്കപ്പെട്ടു അല്ലെങ്കിൽ വിചാരിക്കപ്പെട്ടു എന്നർത്ഥം. ഇവിടെ അന്ന നതീജത്ത, നതീജത്ത് എന്നുള്ളതാണ് അന്നയുടെ ഇസ്മ, ഹസനത്തുൻ എന്നുള്ളതാകുന്നു അന്നയുടെ ഖബർ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഹസന യഹ്സുനു അതാണ് ഫിഅൽ. ഹസന യഹ്സുനു, ഹസന യഹ്സുനു ഹുസ്ന്. ഹസനത്ത് എന്ന് ഹസന യഹ്സുനു എന്ന ഫിഅലിൽ നിന്നുണ്ടായതാണ് ഹസനത്ത്. അപ്പൊ ഹസന യഹ്സുനു ഹുസ്നൻ, ഹസന യഹ്സുനു ഹുസ്ന് എന്നുള്ളതാണ് മസ്തർ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അന്നൻ നതീജത ഹസനത്തുൻ എന്നതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ മസ്തറിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ലുന്ന ഹുസ്നുൻ നതീജത്തി എന്ന് വരും. നതീജയുടെ നതീജ നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കപ്പെട്ടു, നതീജ നല്ലതാണ് എന്ന് ഭാവിക്കപ്പെട്ടു. അതേ അർത്ഥം തന്നെയാണ് ലുന്ന അന്നൻ നതീജത ഹസനത്തുൻ എന്ന് പറയുമ്പോഴും കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അന്നൻ നതീജത ഹസനത്തുൻ എന്ന അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മസ്തറിനെ, അതിൽ നിന്നുള്ളൊരു മസ്തറിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവിടെ അന്ന എന്ന് തന്നെ എന്ത് ചെയ്യണം? വായിക്കണം. അടുത്ത ഒരിഫ അന്ന സാരിഖ ജരീഉൻ. ഒരിഫ, ഒരിഫ അറിയപ്പെട്ടു, അന്ന സാരിഖ ജരീഉൻ, അന്ന സാരിഖ തീർച്ചയായും കള്ളൻ, മോഷ്ടാവ്, ജരീഉൻ ധൈര്യവാനാകുന്നു എന്ന് അറിയപ്പെട്ടു. ഇവിടെ ജറുഅ യജുറു, ജറുഅ യജുറു ജറാഅത്ത് അതാണ് ഫിഅൽ. ജരീ എന്നതിന്റെ ഫിഅൽ, ജറുഅ യജുറു എന്നതിന്റെ ഫായിലാണ് ജരീ.
അപ്പോൾ അവിടെ ജറാഅത്ത് എന്നാണ് ജറുഅ എന്നതിൻ്റെ മസ്തർ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് മസ്തറിനെ കൊണ്ടുവരുമ്പോൾ ഉരിഫ ജറാഅത്തു സാരിഖി, കള്ളൻ്റെ ധൈര്യം അറിയപ്പെട്ടു. കള്ളൻ ധൈര്യവാനാണ് എന്നതും കള്ളൻ്റെ ധൈര്യം രണ്ടും സെയിമനാണ് അർത്ഥം. അപ്പോൾ ഉരിഫ അന്ന സാരിഖ് ജരീവൻ എന്നതിൻ്റെ സ്ഥാനത്ത് ജറാഅത്തു സാരിഖി എന്ന് എന്ത് ചെയ്തു പറയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, അന്ന സാരിഖ എന്ന് തന്നെ പറയണം, ഇന്ന എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അഅതൈതുഹു ലിഅന്നഹു ഫഖീറുൻ, അഅതൈതുഹു ഞാൻ അവന് നൽകി, ലിഅന്നഹു ഫഖീറുൻ കാരണം അവൻ ഫഖീറാകുന്നു. ഇവിടെ അന്നഹു, അന്നയുടെ ഇസ്മാണ്, ഹു എന്ന ലമീർ, ഫഖീറുൻ എന്നതാണ് അന്നയുടെ ഖബർ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അന്നയുടെയും അന്നയുടെ ഇസ്മിൻ്റെയും അന്നയുടെ ഖബറിൻ്റെയും സ്ഥാനത്ത് മസ്തർ കൊണ്ടുവരും. അപ്പോൾ ഫഖറ യഫ്ഖുറു എന്നതിൻ്റെ മസ്തറാണ് ഫഖർ, അതിൻ്റെ ഫായിലാണ് ഫഖീർ. അപ്പോൾ അതിൻ്റെ മസ്തർ ഫഖറാണ്. അപ്പോൾ അഅതൈതുഹു ലിഅന്നഹു ഫഖീറുൻ എന്നതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു, ലിഫഖരിഹി എന്ന് പറയാൻ പറ്റും. അന്നഹു ഫഖീറുൻ, അന്നയുടെ ഹു എന്ന ലമീർ അന്നയുടെ ഇസ്മ, ഫഖീർ എന്നത് അന്നയുടെ ഖബർ, അതിൻ്റെ മൂന്നിൻ്റെയും സ്ഥാനത്ത് എന്ത് ചെയ്യാൻ പറ്റി, ഫഖർ എന്ന ഖബർ എന്ന മസ്തർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ലിഫഖരിഹി. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അന്ന എന്ന് തന്നെ വായിക്കണം, ലി അന്നഹു ഫഖീറുൻ എന്ന് തന്നെ വായിക്കണം. പിന്നെ ലാസ്റ്റത്തെ ലാ ശക്ക ഫി അന്നൽ അദബ വാജിബുൻ, ലാ ശക്ക ഒരു സംശയവുമില്ല, ഫി അന്നൽ അദബ വാജിബുൻ അദബ് മര്യാദ വാജിബാണ്, അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു ശക്കുമില്ല, യാതൊരു സംശയവുമില്ല. അവിടെ അന്നയുടെ ഇസ്മ അദബ്, വാജിബ് എന്നുള്ളത് അന്നയുടെ ഖബർ. ഇനി അതിൻ്റെ സ്ഥാനത്ത് വജബ യജിബു വുജൂബ്, വജബ എന്നതിൻ്റെ ഫായിലാണ് വാജിബ്, അതിന് മസ്തർ വജബ യജിബു വുജൂബാണ്. അപ്പോൾ അന്നൽ അദബ വാജിബൻ എന്ന അന്നയുടെയും അന്നയുടെ ഇസ്മിൻ്റെയും അന്നയുടെ ഖബറിൻ്റെയും സ്ഥാനത്ത് നമുക്ക് മസ്തർ കൊണ്ടുവന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ വരും, ലാ ശക്ക ഫി വുജൂബിൽ അദബി, അദബ് വാജിബാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ 8 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 8 ഉദാഹരണങ്ങളിലും അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറുമുണ്ട്. അവിടെ അന്ന എന്ന് തന്നെയാണ് വായിച്ചിട്ടുള്ളത്, കാരണം ആ അന്നയെയും അന്നയുടെ ഇസ്മിൻ്റെയും അന്നയുടെ ഖബറിൻ്റെയും സ്ഥാനത്ത് നമുക്ക് മസ്ദർ കൊണ്ടുവരാൻ പറ്റും. മസ്ദർ കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്നുകിൽ അത് മർഫൂ ആയിട്ട് വരണം, അല്ലെങ്കിൽ മൻസൂബായിട്ട് വരാൻ പറ്റണം, അല്ലെങ്കിൽ മജ്റൂറായിട്ട് വരണം. അതായത് നമ്മൾ ആ അന്നയെയും അന്നയുടെ ഇസ്മിനെയും അന്നയുടെ ഖബറിനെയും അവിടുന്ന് മാറ്റിയിട്ട് അതിൽ നിന്നുള്ളൊരു മസ്തർ അവിടെ വെക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആ മസ്തർ എന്തായിരിക്കും, മർഫൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് മൻസൂബായിരിക്കും, അല്ലെങ്കിൽ മജ്റൂറായിരിക്കും. ഈ ഏതെങ്കിലും ഒരു ഇറാബായിട്ട് അവിടെ വരണം. ആ രൂപത്തിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അന്ന എന്ന് വായിക്കണം, നിർബന്ധമായിട്ടും വായിക്കണം. അന്നയുടെ ഹംസക്ക് ഫത്ഹ് തന്നെ നൽകണം, ഇന്ന എന്നൊരിക്കലും വായിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയുള്ള ഉദാഹരണങ്ങളിൽ തന്നെ ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ യസ്റുനി അന്നക മുത്തിയവൻ യുലിമുനി അന്നൽ ഗുബാര കസീറുൻ, അവിടെ നമുക്ക് ആ അന്നക മുത്തിയവൻ എന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, യസ്റുനി ഇതാഅത്തുക, അവിടെ ഇതാഅത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാഅത്തിന്റെ സ്ഥാനത്താണ് അന്നക മുത്തിയവൻ അന്നയും അന്നയുടെ ഇസ്മ ഖബറും വന്നിട്ടുള്ളത്. അപ്പോൾ അത് യസ്റുനി എന്നെ സന്തോഷം, ഇതാഅത്തുക എന്നുള്ള അവിടെ എന്താണ്, ഫായിലായിട്ടാണ് വന്നിട്ടുള്ളത്. യസ്റുനി എന്നെ സന്തോഷിപ്പിക്കും, എന്ത് ഫായിലാണല്ലോ വേണ്ടത്. അപ്പോൾ ഇതാഅത്തുക, അപ്പോൾ അവിടെ അന്നക മുത്തിയോൻ എന്ന അന്നയും അന്നയുടെ ഇസ്മ അന്നയുടെ ഖബറും ഫായിലിന്റെ സ്ഥാനത്ത് മർഫൂ റഫിന്റെ സ്ഥാനത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഉദാഹരണങ്ങളും അങ്ങനെ തന്നെ യുലിമുനി അന്നൽ ഗുബാര കസീറുൻ, അവിടെ എങ്ങനെ വായിക്കാം, നമ്മൾ മസ്തറായിട്ട് പറയുമ്പോൾ യുലിമുനി കസുറത്തുൽ ഗുബാരി, അവിടെ കസുറത്ത് എന്നുള്ള എന്താണ്, യുലിമുനി എന്നെ വേദനിപ്പിക്കും, എന്ത് കസുറത്തുൽ ഗുബാരി പൊടിയുടെ ആധിക്യം. അവിടെ കസുറത്ത് എന്നുള്ള എന്താവുന്നു, ഫായിലാണ്, മർഫൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അന്നൽ ഗുബാര കസീറുൻ അന്നയും അന്നയുടെ ഇസ്മ അന്നയുടെ ഖബർ എന്താണ്, ഫായിലാണ്. അത് അന്നയും അന്നയുടെ ഇസ്മും ഖബറും കൂടി ആ ജുംല എന്താണ്, ഫായിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അത്തമന്ന അന്നൽ ഖമറ തോലിയോൻ, അത്തമന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു, തുലൂ അൽ ഖമരി, അവിടെ എന്താണ്, മഫ്ഊലാണ്. അത്തമന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്തിനെ, എന്ത് എന്നല്ല, എന്തിനെ എന്നാണ്. അപ്പോൾ അവിടെ എന്താണ്, മഫ്ഊലായിട്ടാണ് തുലൂ അൽ ഖമർ വന്നിട്ടുള്ളത്. അപ്പൊ അന്നൽ ഖമറ തോലിയോൻ എന്ന അന്നയും അന്നയുടെ ഇസ്മ അന്നയുടെ ഖബറും കൂടിയ ജുംല മഫ്ഊലാണ്, മഫ്ഊലിന്റെ സ്ഥാനത്താണ്. അതേപോലെ നാലാമത്തും അങ്ങനെ തന്നെ അലിംതു അന്നൽ ഖിതാറ മുതഹരിക്കുൻ, അലിംതു ഞാൻ അറിഞ്ഞു. പിന്നെ വേണ്ടത് എന്താണ്, അലിംതു ഫീലും ആയി
ഫായിലുമായി. ഇനി എന്താ വേണ്ടത്? മഫ്ഊലാണ് വേണ്ടത്. അപ്പൊ അലിംതു ഞാൻ അറിഞ്ഞു. എന്തിനെ? തഹറുക്കൽ ഖിത്താരി, ഖിത്താറിന്റെ തഹറുക്ക് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇവിടെ അന്നൽ ഖിത്താറ മുതഹരിക്കുൻ എന്ന അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും കൂടിയ ജുംല എന്താകുന്നു? അലിംതു എന്നതിന്റെ മഫ്ഊലാണ്. മഫ്ഊലിന്റെ സ്ഥാനത്താണ് മഫ്ഊലിന്റെ അസ്ബാൻ ഉണ്ടാവുക. പിന്നെ അഞ്ചാമത്തത് 5ഉം 6ഉം ലുന്ന അന്നൻ നതീജത ഹസനത്തുൻ. ലന്ന എന്നതിന്റെ മജ്ഹൂലാണ് ലുന്ന. മജ്ഹൂലായ ഫീൽ വന്നാൽ പിന്നെ ഫായിൽ ഉണ്ടാവില്ല, പിന്നെ നായിബ് ഫായിൽ ഉണ്ടാവുക. നായിബ് ഫായിലിന് മർഫു ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ലുന്ന ഹുസ്നുൻ നതീജത്തി, ലുന്ന ഭാവിക്കപ്പെട്ടു, കരുതപ്പെട്ടു. ഹുസ്നുൻ നതീജ, അവിടെ ഹുസ്നുൻ നതീജ എന്നുള്ള ലുന്ന എന്ന ഫീലിന്റെ നായിബ് ഫായിലാണ്. അപ്പോൾ ലുന്ന അന്നൻ നതീജത്തെ ഹസനത്തുൻ എന്നുള്ള അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും എന്താണ്? നായിബ് ഫായിലാണ്. നായിബ് ഫായിലാകുമ്പോൾ റഫിന്റെ സ്ഥാനത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ അന്നയും നത്തീജയും ഹസനത്തും വന്നിട്ടുള്ളത്. അതേപോലെ അടുത്തതും 6ാമത്തത് ഒരിഫ. ഒരിഫ അറിയപ്പെട്ടു. അറഫ എന്നതിന്റെ മജ്ഹൂലാണ് ഒരിഫ. മജ്ഹൂലായ ഫീൽ വന്നാൽ പിന്നെ നായിബ് ഫായിൽ ഉണ്ടാവുക. അപ്പോൾ ഒരിഫ അന്നസാരിഖ ജരീഉൻ, അതായത് ജറാഅത്തു സാരിഖി. അപ്പോൾ ജറാഅത്തു സാരിഖി അല്ലെങ്കിൽ അന്നസാരിഖ ജരീഉൻ എന്നുള്ള എന്താകുന്നു? നായിബ് ഫായിലാണ്, റഫിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജുംലയായിട്ട് വരുമ്പോൾ റഫിന്റെ സ്ഥാനത്തായിട്ട് വരും. നേരെ സ്വരീഹായ മസ്തറായിട്ട് വരുമ്പോൾ ജറാഅത്തു സാരിഖി, അവിടെ റഫ് അവിടെ വ്യക്തമായിട്ട് കാണാനും പറ്റും. ലാസ്റ്റത്തെ 2 ഉദാഹരണങ്ങൾ അഅതൈതുഹു ലിഅന്നഹു ഫഖീറുൻ, അവിടെ മജ്റൂറായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം അന്നഹു ഫഖീറുൻ. അതുപോലെ 8ാമത്തിൽ അന്നൽ അദബ വാജിബുൻ, അതൊക്കെ ജറിന്റെ ഹർഫിന് ശേഷം. 1ാമത്തിൽ ലി, ലാമാണ് അവിടെ ജറിന്റെ ഹർഫ്. അടുത്തതിൽ ഫി ആണെന്ത്? ജറിന്റെ ഹർഫ്. അപ്പൊ അഅതൈതുഹു ലിഅന്നഹു ഫഖീറുൻ, അതിനെന്ത് ചെയ്തു? നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അഅതൈതുഹു ലി ഫഖരിഹി, അവിടെ ലാമ കളയില്ല. അന്നഹു ഫഖീർ എന്ന അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മസ്തറിനെ അവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ലാം അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഫഖർ എന്നാണ് മസ്തർ. അപ്പൊ അഅതൈതുഹു ലി ഫഖരിഹി എന്നാണ് പറയുക. അപ്പൊ ലി ഫഖരിഹി, ആ ഫഖരിഹി എന്നത് എന്ത് ചെയ്തു? മജ്റൂറായിട്ട് വരും ലാമ കൊണ്ട്. അതേപോലെ ലാ ശക്ക ഫി വുജൂബിൽ അദബി, ഫി അന്നൽ അദബ വാജിബുൻ എന്നുള്ള അന്നയും അദബും വാജിബും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒക്കെ ജറിന്റെ മഹലിലാണ്. കാരണം അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ജറിന്റെ ഹർഫ് വന്നിട്ടുണ്ട് ഫി. അപ്പൊ ലാ ശക്ക ഫി വുജൂബിൽ അദബി, അവിടെ എന്ത് ചെയ്തു? വുജൂബ് ഫി മഹല്ലി ജദീൻ. അപ്പൊ ഈ 3-4 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നുകിൽ മർഫു ആയിരിക്കണം, മർഫുവിന്റെ സ്ഥാനത്തായിരിക്കണം. അതായത് നമ്മുടെ അന്നയെയും അന്നയുടെ ഇസ്മിനെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? ഒരു മസ്തറിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകാൻ പറ്റുള്ളൂ. അതോടുകൂടാതെ എന്ത് ആവണം? അത് അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും റഫിന്റെയോ നസ്ബിന്റെയോ ജറിന്റെയോ സ്ഥാനത്തായിരിക്കണം. റഫിന്റെ സ്ഥാനത്താണ് നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ഫായിലായിരിക്കണം അല്ലെങ്കിൽ നായിബ് ഫായിലായിരിക്കണം. അപ്പോൾ റഫിന്റെ സ്ഥാനത്താവുക. അല്ലെങ്കിൽ നസ്ബിന്റെ സ്ഥാനത്താണെങ്കിൽ ഒന്നുകിൽ മഫ്ഊലായിരിക്കണം. ജറിന്റെ സ്ഥാനത്താണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മുമ്പ് അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും ഖബറിന്റെയും മുമ്പ് ജറിന്റെ ഹർഫുകൾ വരണം. അപ്പൊ ഈ രൂപത്തിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അന്ന എന്നതിന്റെ ഹംസക്ക് ഫത്ഹ് ചെയ്യൽ നിർബന്ധമാകുന്നു. അല്ലാത്ത സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? അന്നയുടെ ഹംസക്ക് കസ്ർ നൽകേണ്ടത്. അപ്പൊ ഈ ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ, ഒറ്റ സ്ഥലം മാത്രം. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും, അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒരു മസ്തറിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ എന്ത് ചെയ്യും? അന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകൽ നിർബന്ധമാകുന്നു. അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും മസ്തറിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് എങ്കിൽ അന്ന എന്ന് തന്നെ എന്ത് ചെയ്യണം? വായിക്കണം. അന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകിക്കൊണ്ട് അന്ന എന്ന് തന്നെ വായിക്കണം. അതിന് ഉദാഹരണമാണ് യസ്റുനി അന്നക മുത്തിയവൻ. അപ്പൊ യസ്റുനി അന്നക മുത്തിയവൻ, ഇവിടെ അന്നക മുത്തിയവൻ, അന്നയും ക എന്ന ലമീറാണ് അന്നയുടെ ഇസ്മ, അന്നയുടെ ഇസ്മും മുത്തിയവൻ എന്ന അന്നയുടെ ഖബറും. അന്നക മുത്തിയവൻ എന്നുള്ളത് ഒരു മസ്തറിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാകണമെങ്കിൽ അതിന്റെ ഖബർ എടുക്കുക. അന്നയുടെ ഖബർ ഇവിടെ മുത്തിയവൻ എന്നുള്ളതാണ്. ആ മുത്തിയ എന്നതിന്റെ ഫീൽ എടുക്കുക. അതിന്റെ മസ്തർ എന്താണ്? യുത്തിയോ ഇത്താഅത്തിൻ ഫഹോ മുത്തിയോൻ. അപ്പൊ ഇത്താഅത്താണ് അവിടെ മസ്തർ. ആ ഇത്താഅത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ അന്നക മുത്തിയൻ ഒഴിവാക്കിയിട്ട് ഇത്താഅത്തുക എന്നതിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റുമോ? എങ്കിൽ അവിടെ എന്ത് ചെയ്യാം? അന്ന എന്ന് വായിക്കണം. അപ്പൊ യസ്റുനി അന്നക മുത്തിയോൻ എന്നതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യസ്റുനി
ഇത്വാഅത്തുക എന്ന് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്വാഅത്തുക എന്ന് കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, അന്ന എന്നുള്ളതിന് ഹംസക്ക് ഫത്ഹ് നൽകൽ നിർബന്ധമായിട്ട് വരുന്നു. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഈ ഒരു ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ അന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകേണ്ട ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അതിന്റെ കായിദയിലേക്ക് കടക്കാം. എന്താണ് കായിദയിൽ പറയുന്നത്? തുഫ്തഹു ഹംസത്തു ഇന്ന, ഇന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകിയിട്ട് അന്ന എന്ന് വായിക്കും. എപ്പോ? ഇദാ ഹല്ലത്ത് ഹിയ വസ്മുഹ വ ഖബറുഹ മഹല്ലൽ മസ്ദരി. ഇദാ ഹല്ലത്ത് ഹിയ, ഹിയ എന്ന് പറഞ്ഞാൽ അന്ന, വസ്മുഹ അതിൻ്റെ ഇസ്മ്, അന്നയുടെ ഇസ്മ്, വ ഖബറുഹ അന്നയുടെ ഖബർ. അപ്പൊ ഇതാ ഹല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നർത്ഥം, ഇറങ്ങുക അല്ലെങ്കിൽ വരിക എന്നൊക്കെ അർത്ഥം. അപ്പൊ തുഫ്തഹു ഹംസത്തു ഇന്ന, ഇന്നയുടെ ഹംസക്ക് ഫത്ഹ് നൽകപ്പെടും. ഇദാ ഹല്ലത്ത് ഹിയ, ഇന്നയും, വസ്മുഹ ഇന്നയുടെ ഇസ്മും, വ ഖബറുഹ ഇന്നയുടെ ഖബറും, മഹല്ലൽ മസ്ദരി മസ്ദറിന്റെ സ്ഥാനത്ത് വന്നാൽ. അപ്പൊ ഇന്നയും ഇന്നയുടെ ഇസ്മും ഇന്നയുടെ ഖബറും ഒരു മസ്ദറിന്റെ സ്ഥാനത്താണ് വന്നത് എങ്കിൽ അവിടെ അന്ന എന്നാണ് വായിക്കേണ്ടത്. ഫത്ഹ് നൽകിക്കൊണ്ട്, ഹംസക്ക് ഫത്ഹ് നൽകിക്കൊണ്ട് അന്ന എന്നാണ് വായിക്കേണ്ടത്. രണ്ടാമത്തെ കായിദ, അൽ മസ്ദറുൽ ഹാലു മഹല്ല അന്ന വസ്മിഹ വ ഖബരിഹ യുസമ്മ ബിൽ മസ്ദരിൽ മുഅവ്വലി. അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് ഇറങ്ങുന്ന മസ്ദറിന് മസ്ദർ മുഅവ്വൽ എന്നാണ് പറയാ. നമ്മൾ പറഞ്ഞു അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് ഒരു മസ്ദർ വരാൻ പറ്റിയാൽ അതെന്താണ്, അവിടെ അന്ന എന്ന് വായിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇനി ആ അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് വരുന്ന മസ്ദറിന് മസ്ദർ മുഅവ്വൽ എന്നാണ് പറയുക. മുഅവ്വൽ, അവ്വല യുഅവ്വിലു തഅ്വീല് മുഅവ്വൽ എന്ന് പറഞ്ഞാല് അവ്വല എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക, വിവരിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ മസ്ദറായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നർത്ഥം. മസ്ദർ മുഅവ്വൽ എന്ന് പറഞ്ഞാല് തഅ്വീല് ചെയ്യപ്പെടും. അവിടെ വ്യക്തമായിട്ട് മസ്ദർ ഇല്ലല്ലോ, ശരിക്കും അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ആണല്ലോ ഉള്ളത്. പക്ഷെ ആ അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒരു മസ്ദറിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ യസ്റുനി അന്നക്ക മുത്തിയൂൻ എന്നത് എവിടെയാണ് വന്നിട്ടുള്ളത്? യസ്റുനി ഇതാഅത്തുക എന്ന സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും ഖബറിന്റെയും സ്ഥാനത്ത് വരുന്ന മസ്ദറിന് മുഅവ്വലായ മസ്ദർ എന്നാണ് പറയുക. സ്വരീഹായിട്ട് അവിടെ വ്യക്തമായിട്ട് മസ്ദർ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഇതാഅത്ത്, അന്നക്ക മുത്തിയൂൻ എന്നതിനെ ഇതാഅത്ത് എന്ന മസ്ദറായിട്ട് എന്ത് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ടാണ് മുഅവ്വലായ മസ്ദർ എന്ന് പറയുന്നത്. അപ്പൊ അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് വരുന്ന മസ്ദറിന് അൽ മസ്ദറുൽ മുഅവ്വൽ എന്നാണ് എന്ത് ചെയ്യുക, പറയപ്പെടുക. അപ്പൊ അൽ മസ്ദറുൽ ഹാലു വന്ന അല്ലെങ്കിൽ ഇറങ്ങിയ മസ്ദർ, മഹല്ല അന്ന വസ്മിഹ വ ഖബരിഹ അന്നയുടെയും അന്നയുടെ ഇസ്മിന്റെയും അന്നയുടെ ഖബറിന്റെയും സ്ഥാനത്ത് വന്ന മസ്ദർ യുസമ്മ, ആ മസ്ദറിന് പറയപ്പെടും ബിൽ മസ്ദരിൽ മുഅവ്വലി, മസ്ദർ മുഅവ്വൽ എന്ന് പറയപ്പെടും. മൂന്നാമത്തേത്, യകൂനുൽ മസ്ദറുൽ മുഅവ്വലുൽ മഫ്ഹൂമ മിൻ ഖബരി അന്ന. യകൂനു അൽ മസ്ദറുൽ മുഅവ്വലു അൽ മഫ്ഹൂം മിൻ ഖബരി അന്ന, അന്നയുടെ ഖബറിൽ നിന്ന് മനസ്സിലാകുന്ന ആ മസ്ദർ ഫായിലൻ, ഫായിലായിട്ട് വരും, വ മഫ്ഊലൻ, മഫ്ഊലായിട്ട് വരും, വ നായിബ് ഫായിലിൻ, നായിബ് ഫായിലായിട്ട് വരും, വ മജ്റൂറൻ ബി ഹർഫി ജരിൻ, ജറിന്റെ ഹർഫ് കൊണ്ട് മജ്റൂറായിട്ട് വരും. യകൂനുൽ മസ്ദറുൽ മുഅവ്വലുൽ മഫ്ഹൂമു മിൻ ഖബരി അന്ന, അന്നയുടെ ഖബറിൽ നിന്ന് മഫ്ഹൂമായ മസ്ദർ. ഫയുലിമുനി അന്നൽ ഗുബാറ കസീറുൻ, അവിടെ അന്നയുടെ ഖബർ ഏതാണ്, കസീർ എന്നുള്ളതാണ്. ആ കസീർ എന്ന ഖബറിൽ നിന്ന് മഫ്ഹൂമായ മസ്ദർ അതാണ്, കസ്റത്തുൽ ഗുബാറാണ്, കസ്റത്ത്. അപ്പൊ ആ കസ്റത്ത് എന്ന സംഗതി അതാണ് അന്നയുടെ ഖബറിൽ നിന്ന് മഫ്ഹൂമായ മസ്ദർ എന്ന് പറയുമ്പോൾ കസ്റത്ത് എന്നർത്ഥം. അന്നയുടെ ഖബർ എടുക്കുക, ആ ഖബർ ഇപ്പൊ അന്നക്ക മുത്തിയോ എന്നതിൽ നിന്ന്, മുത്തിയോ എന്നതിൽ നിന്ന് കിട്ടുന്ന മസ്ദർ ഏതാണ്, ഇത്വാഅത്ത് എന്നുള്ളതാണ്. അന്നൽ ഗുബാറ കസീർ എന്നതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഖബർ കസീർ എന്നുള്ളതാണ്, അതിൽ നിന്ന് കിട്ടുന്ന മസ്ദർ കസ്റത്ത് എന്നുള്ളതാണല്ലോ. അപ്പൊ ആ മസ്ദർ ഫായിലൻ, ഫായിലായിട്ട് വരും, മഫ്ഊലൻ ബിഹി, മഫ്ഊൽ ബിഹി ആയിട്ട് വരും, നായിബ് ഫായിലിൻ, നായിബ് ഫായിലായിട്ട് വരും, മജ്റൂറൻ ബി ഹർഫി ജരിൻ, ജറിന്റെ ഹർഫായിട്ട് വരും. അതിന് ഓരോന്നും നമ്മൾ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ എന്താണ്, ഫായിലായിട്ട് വന്നതിന് ഉദാഹരണമാണ് ഇത്വാഅത്തുക, കസ്റത്തുൽ ഗുബാരിയുടെ ഫായിലായിട്ട് വന്നു.
രണ്ടാമത്തും മൂന്നാമത്തും നാലാമത്തും എത്തമന്ന തുലു അൽ ഖമരി അലിംതു തഹറുക്കൽ കിത്താരി. അപ്പൊ തോലിഉൻ എന്ന ഖബറിൽ നിന്നുണ്ടായതാണ് തുലു. അതെന്തായിട്ട് വന്നു? മഫ്ഊൽ ബിഹി ആയിട്ട് വന്നു. മുത്തഹരിക്കുൻ എന്ന ഖബറിൽ നിന്നുണ്ടായതാണ് എന്ത്? തഹറുക്ക് എന്ന മസ്തർ. അതെന്ത് ചെയ്തു? മഫ്ഊൽ ബിഹി ആയിട്ട് വന്നു. പിന്നെ 5ഉം 6ഉം എന്താണ്? നായിബ് ഫായിലായിട്ട് വന്നതിന് ഉദാഹരണമാണ് ഹസനത്തുൻ എന്ന അന്നയുടെ ഖബറിൽ നിന്നുണ്ടായതാണ് എന്ത്? ഹുസ്ന് എന്ന മസ്തർ. അതെന്ത് ചെയ്തു? ലുന്ന ഹുസ്നുൽ നതീജത്തി. ലുന്ന എന്നതിന്റെ നായിബ് ഫായിലാണ്. അതേപോലെ ഒരിഫ എന്നതിന്റെ നായിബ് ഫായിലാണ് ജറാഅത്ത്. ജരീ എന്നതിലെ മസ്തറാണ് ജറാഅത്ത്. ജരീ എന്ന ഖബറാണ്, അതിൽ നിന്നുണ്ടായ മസ്തറാണ് ജറാഅത്ത്. ജറാഅത്ത് ഇവിടെ എന്ത് ചെയ്തു? നായിബ് ഫായിലായിട്ട് വന്നു. പിന്നെ ലാസ്റ്റ് ജാർ മജ്റൂർ ആയിട്ട് വന്നതിന് ഉദാഹരണം ലി ഫഖ്രിഹി. അവിടെ അന്നഹു ഫഖീറുൻ, അന്നയുടെ ഖബർ ഫഖീർ എന്നതാണ്. ഫഖീറിൽ നിന്നുള്ള മസ്തർ ഏതാണ്? ഫഖർ. ഫഖർ എന്നത് എന്ത് ചെയ്തു? മജ്റൂർ ആയിട്ട് വന്നു. അതേപോലെ ഫി അന്നൽ അദബ വാജിബുൻ, അവിടെ വാജിബ് എന്നുള്ളതാണ് ഖബർ. ആ ഖബറിൽ നിന്നുള്ള മസ്തറാണ് ഉജൂബ്. ആ ഉജൂബ് എന്ന് എന്ത് ചെയ്തു? മജ്റൂർ ആയിട്ട് വന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, അന്നയുടെ ഖബറിൽ നിന്ന് മഫ്ഹൂമായ മസ്ദർ, അന്നയുടെ ഖബറിൽ നിന്ന് മനസ്സിലാകുന്ന മസ്ദർ ഫായിലായിട്ട് വരാം, മഫ്ഊൽ ബിഹി ആയിട്ട് വരാം, നായിബ് ഫായിലായിട്ട് വരാം, മജ്റൂറൻ ബി ഹർഫി ജദിൻ, ജറിന്റെ ഹർഫ് കൊണ്ട് മജ്റൂറായിട്ടും വരാം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഒറ്റ കാര്യമാണ്. ഒറ്റ കാര്യം, അന്നയുടെ ഹംസക്ക് എപ്പോഴാണ് ഫത്ഹ നൽകുക? അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒരു മസ്തറിന്റെ സ്ഥാനത്ത് വരുന്നുവെങ്കിൽ, അന്നയും അന്നയുടെ ഇസ്മും അന്നയുടെ ഖബറും ഒക്കെ ഒരു മസ്തറിന്റെ സ്ഥാനത്താണ് വന്നത് എങ്കിൽ അവിടെ നിർബന്ധമായിട്ടും അന്നക്ക് ഫത്ഹ നൽകിയിട്ട് അന്ന എന്ന് തന്നെ വായിക്കണം. ഇന്ന എന്ന് വായിക്കാൻ പറ്റുകയില്ല. അതാണ് ഇന്നത്തെ പാഠത്തിന്റെ ആകത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.